ഇന്ന് മാർക്കറ്റിൽ പല കമ്പനികളും കുക്കുംബർ അതായത് വിത്തുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡിൻ്റെ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി കുക്കുംബർ ലഭ്യമാണ്. അതിൻ്റെ വിത്തുകൾ ലഭ്യമാണ്. നല്ല സൂപ്പർ പ്രൊഡക്ഷനാണ്. ഒരു കർഷകരുടെ ഭാഗത്തു നിന്ന് ഒരു കംപ്ലൈൻറ്റും കിട്ടാത്ത ഒരു വെറൈറ്റിയാണ് സ്നോ വൈറ്റ്. അതുപോലെ തന്നെ നോയു സീഡിൻ്റെ ഒരു വെറൈറ്റിയാണ് സിമ്മാർ. ഇതും ഓപ്പൺ കൾട്ടിവേഷനാണ് ഏറ്റവും നല്ലത്. ഓപ്പൺ കൾട്ടിവേഷന് സ്നോ വൈറ്റ് ആണെങ്കിൽ ഒരു വൈറ്റ് കളറാണ്, ഒരു ലൈറ്റ് ഗ്രീൻ പ്ലസ് വൈറ്റ് കളറിലുള്ള ഫ്രൂട്ട്സാണ് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ സിമ്മാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഗ്രീൻ കളറിലുള്ള, ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഗ്രീൻ കളറിലുള്ള കുക്കുംബറാണ്. ആ കുക്കുംബർ ലഭ്യമാകുന്ന ഒരു വെറൈറ്റിയാണ് സിമ്മാർ. ഈ സിമ്മാർ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റി എന്ന് അതിൻ്റേതായ രൂപഭാവങ്ങളും ഉള്ള ഒരു ക്രോപ്പാണ്. പെൺപൂക്കൾ ഏറ്റവും കൂടുതലും ആൺപൂക്കൾ വളരെ കുറവുമായിരിക്കും. ഓരോ ഞെട്ടിയിലും 2-4 പെൺപൂക്കളുണ്ടാവും. ആ പെൺപൂക്കൾ മുഴുവൻ ഫെർട്ടിലൈസേഷൻ നടക്കുകയും അതുപോലെ തന്നെ കായകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ കായകൾ പച്ച കളറിലുള്ള കായകളായ കാരണം കായകൾക്ക് നീളമുണ്ട്. നീളം അത്യാവശ്യത്തിനുണ്ട്. ഒരു 20-25 സെൻറ്റിമീറ്റർ നീളം കാണും കായകൾക്ക്. അതുപോലെ തന്നെ പച്ച കളറിലുള്ള കായകളായതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടായ കാരണം ഇന്ന് വളരെ കർഷകർ ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് സിമ്മാർ. ഈ സിമ്മാർ ഇന്ന് കർഷകർ ധാരാളം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിൽ ഈ പച്ച നിറത്തിലുള്ള ഫ്രൂട്ട്സ് കൂടുതലും സിമ്മാറിൻ്റെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഒരിക്കലും ജലസേചന സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഇത് കൃഷി ചെയ്യരുത്. ജലസേചനം നല്ലവണ്ണം കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജലസേചനത്തിൽ ഒരു കുറവും വരുത്തരുത്. സ്പ്രിങ്ക്ലറോ അല്ലെങ്കിൽ ഡ്രിപ്പോ ഉണ്ടെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് വെള്ളം കൊടുത്താൽ മാത്രമേ നല്ല ക്രോപ്പ് കിട്ടുന്നുള്ളൂ. ജലസേചനം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് കുക്കുംബർ ഇനങ്ങളിൽ വെള്ളരി അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ ഇവയ്ക്കെല്ലാം ജലസേചനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്ക്ക് കട്ടിപ്പ് വരും, അല്ലെങ്കിൽ കയ്പ്പ് വരാൻ എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ജലസേചനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ജലം ഒരിക്കലും കുറയാൻ പാടില്ല. പിന്നെ ഇതിൽ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജൈവവളത്തിൻ്റെ ലഭ്യത പരമാവധി വേണം. ജൈവവളം ഒരു ഏക്കറിന് ഏകദേശം 1 ടൺ മുതൽ 2 ടൺ വരെ ജൈവവളം ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ജൈവവളമാണ് ഇതിൻ്റെ ഊർജം കിട്ടുന്നത്. ഇതിന് 2-4 ഇലകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ ലഭ്യമാണ്. 3-19 എന്ന് പറഞ്ഞിട്ടുള്ള വളമുണ്ട്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഊർജം കിട്ടും, ചെടികൾക്ക് കൂടുതൽ കരുത്ത് കിട്ടും, ഇലകൾക്ക് ആവശ്യമായ വലിപ്പം വരും. അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞൊരു വളമുണ്ട്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അതിൻ്റെ കൂടെ 2 ഗ്രാം സൊലുബർ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ കായകളുടെ വലിപ്പം കൂടും, അതുപോലെ തന്നെ കായകളുടെ എണ്ണം കൂടും. പിന്നെ അതുപോലെ തന്നെ കായകളുടെ ആ പലാറ്റബിലിറ്റി, അതായത് സോഫ്റ്റ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവും. വളരെയധികം ഉൽപ്പാദനം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് സിമ്മാർ. ഇത് കർഷകർ ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിത്തുകൾ ആവശ്യമുള്ളവർക്ക് കാവുങ്ങൽ അഗ്രോടെക്കുമായി ബന്ധപ്പെടുക.